ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ പേപ്പർ കേക്കാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 കളർ പേപ്പറാണ് വേണ്ടത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു റോസ് കളർ പേപ്പറും ഒരു പച്ച കളർ പേപ്പറും 2 വെള്ള കളർ പേപ്പറുകളുമാണ്. നമ്മൾ ആദ്യം തന്നെ ഒരു കളർ A4 പേപ്പർ എടുത്ത് അത് സ്ക്വയറിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ട്രയാങ്കിളിൽ മടക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി വന്ന ഭാഗം വെട്ടിക്കളയുക. അപ്പോൾ അതൊരു കറക്റ്റ് സ്ക്വയറായിട്ട് കിട്ടും. നമ്മൾ ആ ട്രയാങ്കിളിൽ മടക്കണ സമയത്ത് ആ മടക്കിൻ്റെ അവിടെ നന്നായിട്ട് പ്രസ് ചെയ്യുക. അവിടെ കറക്റ്റ് പാട് വീഴണം. അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റായിട്ട് മടക്കി ഇതുപോലെ അവിടെ നന്നായിട്ട് പ്രസ് ചെയ്ത് അവിടെ പാട് വീഴ്ത്തുക. ഇനി നമ്മൾ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് മടക്കി നടുവിൽ നന്നായിട്ട് മടക്ക് വീഴണം. അതുപോലെ തന്നെ അത് തുറന്നതിന് ശേഷം 2 സൈഡിൽ നിന്നും പിന്നെയും നടുവിലേക്ക് മടക്കുക. എന്നിട്ട് അവിടെയും നന്നായിട്ട് പ്രസ് ചെയ്യുക. ഇനി നമ്മൾ അങ്ങനെ മടക്കി വെച്ചിട്ട് തന്നെ പിന്നെയും ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്നും കൂടി മടക്കുക. അതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 സൈഡിൽ നിന്നും പിന്നെയും നടുവിലേക്ക് നമുക്ക് മടക്കി കൊടുക്കാം. നമ്മൾ 2 സൈഡിൽ നിന്നും നടുവിലേക്ക് മടക്കി ഇത് തുറക്കാം. ഇനി വലത്തെ സൈഡിൽ നിന്ന് 3ാമത്തെ വരയിലേക്ക് ഇതുപോലെ മടക്കുക. എന്നിട്ട് ആ ഭാഗം നന്നായിട്ട് പ്രസ് ചെയ്യുക. അതുപോലെ ഇടത് സൈഡിൽ നിന്ന് 3ാമത്തെ വരയിലേക്ക് മടക്കി നന്നായിട്ട് പ്രസ് ചെയ്യണം. ഇനി നമ്മൾ വലത്തെ സൈഡിൽ ഇത് പതുക്കെ തുറന്ന് മുകളിലേക്കും താഴത്തേക്കും ഇതുപോലെ ആക്കിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇടത് സൈഡിലും അതുപോലെ തന്നെ ചെയ്തു കൊടുക്കണം. ഇത് കാണുമ്പോൾ നമുക്ക് 2 പേപ്പർ വെച്ച് ഉണ്ടാക്കിയേക്കണ വഞ്ചി ചെരിച്ച് വെച്ചേക്കണ പോലെയാണ് തോന്നുക. ആ ഒരു ഷേപ്പാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് വലത്തെ വശത്ത് മുകളിലേക്ക് നിൽക്കുന്ന പേപ്പർ മടക്കി ഉള്ളിലേക്ക് വരുന്ന ഭാഗം നന്നായിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ബാക്കി പേപ്പർ വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് 4 സൈഡിലും ചെയ്യണം. നമ്മൾ ആദ്യത്തെ വട്ടം ഈ വീഡിയോ കാണുമ്പോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും. പക്ഷെ നമ്മൾ ചെയ്യണ സമയത്ത് ഈ വീഡിയോ പോസ് ചെയ്ത് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ രണ്ടാമത് ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും. 4 വശവും മടക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ മടക്കിൻ്റെ മുകളിലത്തെ ആ ഭാഗം മാത്രം എടുത്ത് കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ മടക്കുക. എന്നിട്ട് 2 സൈഡിൽ നിന്നും എടുത്ത് ഇതുപോലെ നടുവിലേക്ക് മടക്കുക. ഇതുപോലെ നമ്മൾ 4 സൈഡിലും ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത് പേപ്പറിൻ്റെ ഓരോ ഭാഗങ്ങൾ മടക്കലും അതുപോലെ തന്നെ ആ മടക്കി വീണ പാടുകളിൽ വേറെ മടക്കൽ കൊണ്ടുവരിക, അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ ഓരോ തവണ മടക്കുമ്പോഴും അതുപോലെ തന്നെ പ്രസ് ചെയ്യുമ്പോഴെല്ലാം കറക്റ്റായിട്ട് മടക്കാനും പ്രസ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു റഫ് പേപ്പറിൽ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇത് നമ്മൾ ചെയ്യുമ്പോൾ തെറ്റിപ്പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ പേപ്പർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരുപാട് മടക്കുകളൊക്കെയും ചെയ്യണോണ്ട് മൊത്തത്തിൽ പാട് വീണിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്യണ സമയത്ത് ആ തെറ്റിയ പാടുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും മടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ മടക്കി കഴിഞ്ഞ് ഇത് തിരിച്ചു വയ്ക്കുക. തിരിച്ചു വയ്ക്കുമ്പോൾ പിന്നിൽ ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പ് വന്ന് കിടക്കുന്നുണ്ടാവും. അതിൻ്റെ 4 സൈഡ് നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കണം. ഇനി നമ്മൾ മടക്കി അവിടെ തുറന്ന് 2 സൈഡിലും തള്ളവിരലിട്ട് മുന്നോട്ടും പിന്നോട്ടും ഇതുപോലെ കാണിക്കുക. അപ്പോൾ അത് 2 സൈഡിലും ഇങ്ങനെ ചെറിയ ഓട്ടയും നടുവിലൊരു സിലിണ്ടറിക്കൽ ഷേപ്പ് പോലെയും വരും. അങ്ങനെ നമ്മൾ 4 സൈഡിലും കാണിക്കണം. അങ്ങനെ നമ്മുടെ ഒരു സെറ്റ് റെഡിയായി. ഇപ്പോൾ നമ്മൾ പച്ച കളർ പേപ്പറിലാണ് ചെയ്ത്. ഇതുപോലെ നമുക്ക് റോസ് കളർ പേപ്പറിലൂടെ ചെയ്യാം. ഇനി നമുക്ക് ഈ പച്ച കളർ പേപ്പറിൻ്റെ നടുഭാഗത്തേക്ക് ഫെവിക്കോൾ ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ റോസ് കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലത്തെ ഒരു സെറ്റും കൂടി നമുക്ക് വേണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് വെള്ളയാണ്. 2ഉം വെള്ള കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ട്രയാങ്കിളിൻ്റെ നീളം ഒന്ന് അളന്ന് നോക്കണം. അത് വരുന്നത് 5 സെൻറ്റിമീറ്ററാണ്. ഈ 5 സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മൾ കുറച്ച് കട്ടിയുള്ള പേപ്പർ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ ഷർട്ടൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഷീറ്റ് ഉണ്ടാവും. അതിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിന് നമ്മൾ വട്ടത്തിൽ ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം.
ഞാൻ ഈ കട്ടിയുള്ള പേപ്പർ ഒട്ടിക്കുന്ന സമയത്ത് ഫെവിക്കോളിന് പകരം ഫെവിബോണ്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം അത് കുറച്ച് കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട് ഫെവിക്കോൾ ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ച് അധികം സമയം പിടിക്കും. ഫെവിബോണ്ടാണെങ്കിൽ അത് അപ്പം തന്നെ ഒട്ടും. ഇനി നമുക്ക് ഈ പുറത്തേക്ക് നിൽക്കുന്ന ഓരോ ട്രയാങ്കിളിലേക്കും ഫെവിക്കോൾ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയ ഈ റൗണ്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് നമുക്ക് ഈ ഓരോ ട്രയാങ്കിളായിട്ട് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒട്ടിക്കണ പോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് വെള്ള കളർ സെറ്റും ഒട്ടിച്ചു കൊടുക്കണം. അത് ഒട്ടിക്കണ സമയത്ത് ഈ പച്ചയും റോസും വരാത്ത ആ ഗ്യാപ്പുകളിലേക്ക് വേണം വെള്ള കളർ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ. ഇതിന് നമ്മൾ കളർ എടുക്കുന്ന സമയത്ത് മാച്ചായിട്ട് വരുന്ന കളറുകൾ വേണം എടുക്കാൻ. ഇപ്പം നമ്മൾ 2 വെള്ളം ഉപയോഗിച്ചതിന് പകരം ഒരു വെള്ളയും വേറൊരു കളറും കൂടി എടുക്കാം, കുഴപ്പമില്ല. പക്ഷേ 4 കളറും മാച്ചായിട്ട് വേണം വരാൻ. ഞാനിവിടെ ഈ കളറുകൾ എടുക്കുന്ന സമയത്ത് പച്ച പിസ്തയ്ക്കും റോസ് സ്ട്രോബെറി, വെള്ള വാനില അങ്ങനെ ഉദ്ദേശിച്ചാണ് നമ്മൾ എടുത്തത്. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്ലേവറുകൾ അങ്ങനെ ഉദ്ദേശിച്ചെടുക്കുമ്പോൾ കേക്ക് കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഇനി നമ്മൾ പേപ്പർ കേക്കിൻ്റെ മുകൾ ഭാഗവും അതുപോലെ തന്നെ സൈഡിലും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു ലാവൻഡർ കളർ A4 പേപ്പറാണ്. അത് നമ്മൾ പഞ്ച് ചെയ്തിട്ട് അത് തുറന്ന ആ കുഞ്ഞു കുഞ്ഞു പേപ്പറുകൾ എടുക്കുക. എന്നിട്ട് അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കും അതുപോലെ തന്നെ സൈഡിലേക്കും ഒട്ടിച്ചു കൊടുക്കാം. ചെറിയ പേപ്പർ ആയതുകൊണ്ട് ഒട്ടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ ഫെവി സ്റ്റിക്ക് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കിനി കേക്കിൻ്റെ മുകളിൽ ഹാപ്പി ന്യൂ ഇയർ 2024 എഴുതി കൊടുക്കാം. നമുക്ക് ഒന്നില്ലെങ്കിൽ നേരിട്ട് ഇതുപോലെ കേക്കിൻ്റെ മുകളിലേക്ക് എഴുതി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പേപ്പറിൽ എഴുതി അത് ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. പക്ഷേ എനിക്ക് തോന്നണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് നേരിട്ട് എഴുതുന്നതായിരിക്കും കൂടുതൽ ഭംഗി. വേറൊരു പേപ്പർ വരുമ്പോൾ ആ കളറും കൂടി വരുമ്പോൾ ചിലപ്പോൾ കേക്ക് കാണാൻ അത്ര ഭംഗിയുണ്ടാവില്ല. ഇനി നമുക്ക് ഈ പേപ്പർ കേക്ക് വെക്കാൻ ഒരു കേക്ക് ബോർഡ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് ഈ കേക്കിൻ്റെ നീളം ഒന്ന് നോക്കാം. 13 സെൻറ്റിമീറ്ററാണ് നീളം വരുന്നത്. അപ്പോൾ ഞാൻ അതനുസരിച്ച് ഒരു 18 സെൻറ്റിമീറ്റർ നീളവും വീതിയുള്ളൊരു സ്ക്വയർ കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഈ കാർഡ്ബോർഡിൻ്റെ എല്ലാ സൈഡിലേക്കും നമുക്ക് ഗ്രേ A4 പേപ്പർ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പേപ്പർ കേക്കിൻ്റെ താഴെയും ഫെവിക്കോൾ തേച്ച് അത് ഈ കേക്ക് ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ പേപ്പർ കേക്ക് റെഡിയായി. കുറച്ച് സമയമെടുത്ത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ ഇങ്ങനത്തെ പുതിയ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ ക്ലിക്ക് ചെയ്യുക. താങ്ക്